ഹായ് ഗൈസ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇത് ഫാർ ക്രൈ സീരീസിൻ്റെ 4ാമത്തെ എപ്പിസോഡാണ്. ഇത് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു എപ്പിസോഡാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ഒരു വലിയൊരു ടേണിംഗ് പോയിന്റ് നമ്മുടെ കഥയിൽ സംഭവിക്കുന്നുണ്ട്. ഓൾറെഡി ഫാർ ക്രൈ സീരീസിൻ്റെ 1, 2, 3 എപ്പിസോഡുകൾ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത ആൾക്കാർ അത് കണ്ടിട്ട് വരിക. നമ്മൾ സൈഡ് മിഷൻസ് ഒന്നും ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഡയറക്റ്റ് കഥയുടെ, അതായത് സ്റ്റോറിയിലേക്ക്, ഫാർ ക്രൈ 3ൻ്റെ സ്റ്റോറിയിലേക്ക് പോകുന്ന വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ചിന്തിക്കുക. അപ്പോൾ ഇന്നത്തെ പ്രധാന സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കാണാതായി പോയ 4 ഫ്രണ്ട്സിനെ തേടിയാണ് വന്നിരിക്കുന്നത്. അതിൽ ഒരാൾ, ഡെയ്സി എന്ന് പറയുന്ന ഒരാളെ നമ്മൾ കണ്ടുപിടിച്ച്, പക്ഷേ ബാക്കി ഉള്ള 3 പേരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. വാസു എന്ന് പറയുന്ന വില്ലൻ്റെ കൈ കൊണ്ട് ഒരു ഗ്രാൻഡ് എന്ന് പറയുന്ന നമ്മളെ ഒരു ക്ലോസ് ഫ്രണ്ട് മരിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഈ ഒരു ക്യാമ്പിൽ ലിസ എന്ന് പറയുന്ന കുട്ടി ഇവിടെ ഉണ്ട് എന്നാണ് അറിഞ്ഞത്. അപ്പോൾ അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്യാമ്പിലേക്ക് വന്നിരിക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ സ്പെഷ്യാലിറ്റി. രണ്ടാമത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാസിൻ്റെ ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെട്ട ശേഷം ഇത് ആദ്യമായിട്ടാണ് വാസുമായിട്ട് നമ്മൾ ഫേസ് ടു ഫേസ് കാണാൻ പോകുന്നത്. വാസിൻ്റെ ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെടുന്ന സമയത്ത് നമ്മൾ വളരെ ഭീരു, അതായത് വളരെ പേടിത്തൊണ്ടനായിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ എന്നാൽ ഈ ദ്വീപിലുള്ള ജീവിതം നമ്മൾ ഒരുപാട് മാറ്റി മറിച്ചിരിക്കുകയാണ്. നമ്മുടെ ക്യാരക്ടറിന് ഒരുപാട് ഡെവലപ്മെൻറ്റ് ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ വാസിനെ കാണാൻ പോകുന്ന ആദ്യത്തെ എപ്പിസോഡാണ് ഇത്, ആദ്യത്തെ മീറ്റപ്പാണ് ഇത്. ഈ വാസിന് ഒരുപാട് അനുയായികളുണ്ട്. ഇവന്മാരെ കൊന്നാലും തീരൂല. അത്രയധികം ആൾക്കാർ വാസിനുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊരു മിലിറ്ററി ആയിട്ട് തന്നെ പ്രഖ്യാപിക്കുക. അത്രയധികം ആൾക്കാർ, അത്രയധികം വെപ്പൺസ് എല്ലാം ഇവരുടെ കയ്യിലുണ്ട്. ഇവർ ഫുൾ സെറ്റാണ്. ഈ ദ്വീപിലുള്ള ആൾക്കാർ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്ര വലിയൊരു ഫോഴ്സിൻ്റെ കൂടി ചേർത്തിട്ട് ഈ ഒരു ചെറിയ ട്രൈബിന് ഈ ദ്വീപിൽ ജീവിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നടക്കാത്തൊരു കാര്യമാണ്. ഓക്കെ, അടുത്ത് ആ സൈഡ് കുറച്ച് ക്ലിയർ ആക്കിയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് മുന്നോട്ടേക്ക് പോകുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഇതിലൊരു ചെറിയ ഇതുണ്ട്. നമ്മൾ എത്രത്തോളം വെപ്പൺ ഉപയോഗിച്ച് റെഡിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ വില്ലന്മാർ അത്ര ആക്യുറേറ്റ് ആയിട്ട് നമുക്കൊരു വെപ്പൺ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം അവന്മാർ എത്ര ദൂരെയാണെങ്കിലും അവന്മാരടിക്കുന്ന ഒരു 10 ഷോട്ടിൽ ഒരു 2 ഉണ്ടെങ്കിലും നമ്മളെ മേത്തുള്ളൂ. പക്ഷേ നമുക്ക് അത്ര ദൂരെയുള്ള എനിമീസിനെ അടിക്കണ്ടിക്കൽ ഒരു സ്നൈപ്പർ റൈഫിൾ തന്നെ ആവശ്യമുണ്ട്. ഇവന്മാർ ഈ AKM ഒക്കെ എടുത്തിട്ടാണ് ഇത്ര ദൂരെയുള്ള എന്നെ അടിക്കുന്നത്. നമുക്ക് ഇവിടെയുള്ള ഈ ഒരു മേസ്ത്രീൻ്റെ കയ്യിൽ നിന്ന് ഒരു താക്കോൽ എടുക്കാനുണ്ട്. ഈ ടീമിൻ്റെ തലവൻ്റെ കയ്യിൽ നിന്ന് ഒരു താക്കോൽ എടുക്കാനുണ്ട്. അപ്പോൾ അതാണ് ആ ഡോട്ടിൽ കാണിക്കുന്നത്. താക്കോൽ എടുത്താൽ മാത്രമേ നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റൂ. ഓക്കെ, ഓക്കെ, നമുക്ക് താക്കോൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ അടുത്തൊരു കേവ് ഉണ്ട്. ആ കേവിലേക്ക് ഇവന്മാരെന്നാ ഞാൻ പറഞ്ഞില്ല, ഇവന്മാർ വളരെ അധികം ആൾക്കാരുണ്ട്. എണ്ണത്തിൽ ഒരുപാട് പേരുണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് ഡെഡായി. ഈ സൈഡ് ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കാം. ഇല്ല, ക്ലിയർ ആയിട്ടില്ല. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കാമില്ല. ഓക്കെ, ഇതാണ് നമുക്ക് കേരള ഗുഹ. ഇതിനകത്താണ് നമ്മുടെ ആ ഒരു ലിസ എന്ന് പറയുന്ന ക്യാരക്ടർ ഉള്ളത്. അപ്പോൾ അവളെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ആള്. ഇതിനകത്തുണ്ട് ഒരുപാട് പേര്. നമുക്ക് മാക്സിമം പെട്ടെന്ന് തന്നെ മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കാം. ചെക്ക് പോയിന്റ് എത്തിയെന്നാണ് തോന്നുന്നത്. ചെക്ക് പോയിന്റ് എത്താറായി. ഓക്കെ, താഴെ ഒരുപാട് പേരുണ്ട്. എനിക്ക് ഈ ഗെയിമിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വെപ്പൺ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഒരുപാട് അസോൾട്ട് റൈഫിൾസ് ഉണ്ട്, സ്നൈപ്പേഴ്സ് ഉണ്ട്. എന്നാലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു വെപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോട്ട് ഗണ്ണ് പക്കാ സാധനം. ക്ലോസ് റേഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഡാമേജ് ഉണ്ട്. ശരിയാണ്, നമുക്ക് ലോങ് റേഞ്ച് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ ക്ലോസ് റേഞ്ച് മതി. എനിമീസിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവം ഷോട്ട് ഗണ്ണാണ്. ഇടയ്ക്ക് ഞാൻ AR ഗണ്ണ് ഉപയോഗിക്കാറുണ്ട് ഇതേപോലെ. ഇതെത്ര പേരായി ഇവര്? ഓക്കെ, നമുക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടതെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ വിജയകരമായിട്ട് പൂമ്പി എന്നാണ് തോന്നുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലിസയെ കാണാനില്ല, പകരം
ലിസേൻ്റെ ഒരു വോയിസ് റെക്കോർഡിങ്, വീഡിയോ റെക്കോർഡിംഗ് ആണ് ഇവിടെ കാണാനുള്ളത്. ഓക്കെ, വാസ അവളെ ടോർച്ചർ ചെയ്യുന്ന വീഡിയോ റെക്കോർഡിംഗ് ആണ്. ഓക്കെ, അവളിവിടെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് മിക്കവാറും വാസ നമുക്ക് വെച്ചൊരു കെണിയായിരിക്കാനാണ് സാധ്യത. ഇത് വാസ നമുക്ക് വെച്ച ഒരു കെണി തന്നെയാണ്, ഉറപ്പാണ്. വാസ നമുക്കിട്ട് പണിഞ്ഞ ഒരു കെണിയാണ് ഇത്. അത് കടുവേനെ അടക്കം ഈ കണിയിൽ പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മളെ പെടുത്തിയാൽ അത്ഭുതപ്പെടാനൊന്നുമില്ലല്ലോ. ഓ, ഞാൻ പറഞ്ഞില്ലേ, ഇത് കെണിയാണ്, ഇത് ട്രാപ്പാണ്. ഇത് കളിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഇത് നമുക്കുള്ള ട്രാപ്പായിരുന്നു. ഓ, ലിസേനെ കെട്ടിയിട്ട പോലെ ഇപ്പം നമ്മളെയും കെട്ടി വെച്ചേക്കാണ്. ഓക്കെ, ഒരാൾ കൂടി ഉണ്ട് കേട്ടാ, ഒലിവർ എന്ന് പറയുന്ന പുള്ളിക്കാരൻ കൂടി ഉണ്ട് കേട്ടാ ഇവിടെ. ഓക്കെ, വാസ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരാന്ന് എനിക്ക് ടാറ്റു അടിച്ചു തന്നാണെന്ന് ചോദിക്കുന്നത്. സിട്രയാണോ എന്നാണ് ചോദിക്കുന്നത്. സിട്ര എന്ന് പറയുന്ന ക്യാരക്ടറെ നമ്മൾ ഇതുവരെ മീറ്റ് ചെയ്തിട്ടില്ല. സിട്ര ഈ വാസിന്റെ പെങ്ങളാണെന്ന് പറയുന്നത്. സിട്രക്ക് വേണ്ടിയിട്ടാണ് വാസ് ആദ്യമായിട്ട് ഒരാളെ കൊല ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ സിട്ര എന്ന് പറയുന്ന ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മൾ ഇതുവരെ സിട്രനെ മീറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, ആ സിട്രേനെ, അതായത് സ്വന്തം പെങ്ങളെ കൊല്ലാൻ ശ്രമിച്ചതും വാസാണെന്നാണ് പറയുന്നത്. ഈ ചങ്ങായി ശരിക്കും ഒരു സൈക്കോ ആണ്, അതിൽ വേറെ തർക്കമൊന്നുമില്ല. There was a time where I'd do anything for my sister. First time I ever killed was for my sister. It was not enough for her. No, please. You see, the thing about our loved ones, right? Our fucking loved ones! They come and they blindside you every fucking time. So they say to me, they say, Voss, who the fuck is it going to be? Them or me? Me or them? like, you know, like they fucking think that I need to make a fucking choice. By the way, this lighter really sucks. You know, so much for poetics. It's really too bad that Citra had to wake you up. Because now the only way to kill you is to erase you completely. Shh. It's okay. Don't cry. It's okay. Jason, I swear to God, man, it's truly beautiful that you're willing to die for the one you love. ഓക്കെ, പുള്ളിക്കാരൻ നമ്മളിപ്പോൾ തീയിട്ട് കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നമ്മളിപ്പോൾ രണ്ട് കൈയും കാലും ഒക്കെ ചേർന്നോട് കെട്ടിയിട്ടാണുള്ളത്. ഓക്കെ, നമ്മളിപ്പോൾ ഫ്രീ ആയിട്ടുണ്ട്. ഓക്കെ, അതൊരു കട്ട് സീൻ നല്ല കിട്ടുന്നതായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരു ലിസ എന്ന് പറയുന്ന ക്യാരക്ടറിനെ പറ്റുമെങ്കിൽ മറ്റേ രണ്ടാമത്തെ ആ ഒരു ഇവിടെ ഇരിക്കുന്നൊരു പുള്ളിക്കാരൻ, എൻ്റെ പേര് ഒലിവർ. അപ്പോൾ ഒലിവറിനെ കൂടി രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓ, ഇതിൻ്റെ ഡീറ്റെയിലിങ് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. തീ കൊടുത്താൻ വേണ്ടിയിട്ട് പൈപ്പ് ലൈനിലേക്ക് നമ്മൾ ഫയർ ചെയ്യണം. അപ്പോൾ ആ പൈപ്പ് ലൈനിൻ്റെ വെള്ളം തീയിലേക്ക് വീണ് അത് കെടും. ഓക്കെ, നൈസ്. നമുക്ക് ടൈമർ ഉണ്ട് കേട്ടോ മേലെ. ആ ടൈമർ റൺ ചെയ്യുന്നതിൻ്റെ കണക്കായിട്ട് നമ്മൾ അതിന് മുന്നേ റൺ ചെയ്ത് തീരുന്നതിന് മുന്നേ രക്ഷപ്പെടുത്തണം. ഓക്കെ, വീണ ഇല്ല, വീട്ടില്ല. കണ്ടോ, പൈപ്പ് ലൈനിൽ ഷൂട്ട് ചെയ്ത് വെള്ളം ലീക്കാക്കിയിട്ട് അത് വെച്ച് തീ അണക്കണം. ഓക്കെ, നൈസ്. നമ്മൾ മുന്നോട്ട് പോവാണ്. നമുക്ക് രണ്ടുപേരെ രക്ഷിക്കണം. ഇനിയാകെ ഒരു മിനിറ്റിൻ്റെ അടുത്തേ ഉള്ളൂ. ഒരു നിലയല്ലേ താഴെ വീണിട്ടുള്ളൂ. പക്ഷെ നമ്മളൊരു 3-4 നില മേലോട്ട് കയറി പോകുന്നത്. നമ്മൾ ഇവിടെ റീച്ച് ആയിട്ടുണ്ട്. ഒലിവറെ കൊണ്ടുപോയി കേട്ടോ. ഒലിവറെ വാസ് കൊണ്ടുപോയി. ലിസേനെ മാത്രമേ ഇവിടെ മരിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളൂ. ഇവർക്ക് എന്തൊക്കെയായി കഴിഞ്ഞാൽ നമ്മളെ റിവെഞ്ച് എടുക്കണം, കൊല്ലണം എന്നതിലുപരി അവയവങ്ങൾ വിൽക്കണം. നമ്മളെ ഫ്രണ്ട്സിൻ്റെ അവയവം വിൽക്കണം. എനിക്ക് തോന്നുന്നു ലിസേൻ്റെ അവയവം വാങ്ങാനുള്ള ആരെയും കിട്ടിയിട്ടുണ്ടാവില്ല. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കണം ലിസേനെ ഇവിടെ മരിക്കാൻ ഇട്ട് കൊടുക്കാൻ തയ്യാറായത്. എല്ലാ ലിസേനയും കൂടി വാസ് കൊണ്ടുപോയിരുന്നു. ഒലിവറെ കൊണ്ടുപോയ സ്ഥിതിക്ക് മിക്കവാറും ഒലിവറിന് ഏതെങ്കിലും ഒരു ആൾക്ക് വേണ്ടിയിട്ട് ഒലിവർ ബ്ലഡ് ഗ്രൂപ്പൊക്കെ മാച്ചായി പുള്ളിക്കാരൻ അവയവങ്ങൾ
വിൽക്കാനുള്ള എല്ലാ സന്നാഹവും റെഡി ആയിരിക്കണം. പക്ഷേ നമുക്ക് അതിന് മുന്നേ ഇവിടുന്ന് രക്ഷപ്പെടണം. Take out the vehicle! Lisa, you drive! What? Drive! Aim for the gas tank! Damn it, it won't start. കൃത്യസമയത്ത് ഈ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. Let's go, Jason. We gotta get out of here. ഓക്കെ. Did you see that explosion? ഓക്കെ, ഇവിടെ നമ്മൾ കാണേണ്ട ഒരു ചെറിയൊരു ഡീറ്റെയിലിംഗ് ഉണ്ട്. നമ്മളെ സ്റ്റോറി തുടങ്ങുന്ന സമയത്ത്, നിങ്ങൾ ആ എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ടാൽ മതി. സ്റ്റോറി തുടങ്ങുന്ന സമയത്ത് ഗ്രാൻഡ് എന്ന് പറയുന്ന പുള്ളിക്കാരന് മാത്രമേ കുറച്ച് മനോധൈര്യം ഉണ്ടാവും. ഇപ്പോൾ ജെയ്സൺ എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടർ അന്ന് വളരെ ഭീരുവായിരുന്നു. അപ്പോൾ ഈ ഒരു ജെയ്സൺ എന്ന് പറയുന്ന ക്യാരക്ടർ എല്ലാത്തിനും പേടിക്കുന്നൊരു ക്യാരക്ടറായിരുന്നു. ഒരാളെ കൊല്ലാൻ പോലും മടിച്ചിരുന്നൊരു ക്യാരക്ടറായിരുന്നു. പക്ഷേ ഇന്ന് ഇപ്പോൾ ഒരു എക്സ്പ്ലോഷൻ കണ്ടിട്ട് ആ എക്സ്പ്ലോഷൻ്റെ ഭംഗി ആസ്വദിക്കുകയാണ് ഈ പുള്ളിക്കാർ. ക്യാരക്ടർ ഒരുപാട് മാറി വന്നിരിക്കുകയാണ്. Don't jerk the wheel! You're not helping. ഇതിന് മാത്രം വണ്ടികളൊക്കെ ഇവന്മാർക്ക് ഇടുന്ന കിട്ടുന്നത്. പൊട്ടിക്കുന്നതിന് കണക്കായിട്ട് വരുന്നുണ്ടല്ലോ വീണ്ടും. Hands at 10 and 2, 10 and 2! You wanna drive? ഓക്കെ, ഒരുവിധം തീർന്നാണ് വിചാരിക്കുന്നത്. ഉറപ്പില്ല. Oh my god, oh my god, oh my god. Faster, faster! We're off road, I can't. There's who? The cops? കൊല്ലും. ആര് വന്നാലും നമ്മൾ കൊല്ലും. നമ്മൾ തട്ടിക്കളയണം. Why did you turn off the truck? നമ്മൾ എന്ത് വില കൊടുത്തും തട്ടിക്കളയണം. Tickle the key to press the pedal. ഇനിയും നമ്മൾ തിരിച്ചടിക്കാതെ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല. വണ്ടി സ്റ്റോപ്പായി പോയിരിക്കുകയാണ്. They're in front of us. Jason, in front. ഓക്കെ, മുന്നൊന്നും ആൾ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളായിട്ടുള്ള മറ്റേ ബ്ലാസ്റ്റിംഗ് കണ്ണ് പോയി എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ പിസ്റ്റലാണ് കാണുന്നത്. ചത്തില്ല. ജസ്റ്റ് മിസ്. ചത്തില്ല. Serpentine! Serpentine! നല്ല ഉന്നമുള്ളതുകൊണ്ട് ഒരൊറ്റ വെടി പോലും ഓമാക്കിയിട്ട് കൊണ്ടില്ല. ഓക്കെ, നമ്മൾ രക്ഷപ്പെട്ടു എന്നാണ് തോന്നുന്നത്. Faster, faster! Hell yeah. Those motherfuckers never knew what hit them. We did it! ഓക്കെ, നമ്മൾ വാസിൻ്റെ ക്യാമ്പിലുള്ള സമയത്ത് നമ്മളെ എന്താ പറയുക, മനസ്സ് എങ്ങനെയായിരുന്നു അങ്ങനെയാണ് ഇപ്പോൾ ലിസേൻ്റെ മൈൻഡുള്ളത്. നമ്മൾ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞ് സന്തോഷിക്കുമ്പോൾ പുള്ളിക്കാരി ജസ്റ്റ് മിസ്, നമ്മളിപ്പോൾ മരണപ്പെട്ടതിനെന്ന് പറഞ്ഞ് പേടിക്കുകയാണ് ചെയ്യുന്നത്. Keith or Daisy? What about Riley? ഓക്കെ, ഗ്രാൻഡ് മരിച്ച കാര്യം ഇതുവരെ ലിസ അറിഞ്ഞിട്ടില്ല. ഓക്കെ, ശരിയാണ്, ഇവൾ വാസിൻ്റെ കെപ്റ്റിവിറ്റിയിലായിരുന്നു, അതുകൊണ്ട് ഇതുവരെ അറിഞ്ഞിട്ടുണ്ടാവില്ല. നമ്മളിപ്പോൾ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. ഇനി ഏതായാലും ഡെയ്സിയെയും ഈ ഒരു ലിസ എന്ന് പറയുന്ന ക്യാരക്ടറിനെ നമുക്ക് ഒരു സ്ഥലത്ത് തന്നെ സൂക്ഷിക്കാം. ഇനിയും നമുക്ക് രണ്ടുപേരെ കണ്ടെത്താനുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇതോടുകൂടി തീരുകയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുടെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഈ സ്റ്റോറീൻ്റെ ബാക്കി ഡയറക്റ്റ് സൈഡ് മിഷൻസ് ഒന്നും ചെയ്യാതെ സ്റ്റോറി മാത്രമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാമെന്ന്. ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡ് എന്തായിരിക്കും അറിയില്ല, ഞാൻ ഇതുവരെ മാത്രമേ കളിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാത്ത ആളുടെ ഒന്ന് ലൈക്ക് ചെയ്യുക. ബൈ.